ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിൻ്റർ സ്പെഷ്യലായ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ ഒത്തിരി വില കൊടുത്തൊക്കെ മേടിക്കുന്ന ഒരു കൂട്ടാൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെഥി മട്ടർ മലായി പനീറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പേര് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നല്ല സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ചപ്പാത്തി, പുൽക്ക, പറാഠയുടെ കൂടെയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ നല്ല അടിപൊളി കൂട്ടോ. ഏറ്റവും ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കാം, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിന് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം നമുക്ക് കറുവാപ്പട്ട, 4 ഏലയ്ക്ക, പിന്നെ 5-6 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്ത് ചെയ്യുക. അതിന് ശേഷം നമുക്ക് 2 സവാള നീളനെ അരിഞ്ഞത്, പിന്നെ 2-3 പച്ചമുളകും കൂടെ. അത് മക്കൾ അധികം എരിവ് കഴിക്കാത്തവരാണെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം, ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു 7-8 വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു കഷ്ണം നമുക്ക് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്കൊരു 7-8 നമുക്കാണെങ്കിൽ അണ്ടിപ്പരിപ്പകത്ത് ഇട്ട് കൊടുക്കാം, കാഷ്യൂന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഈ പാകമാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് വേറെ പാത്രത്തിട്ട് മാറ്റി കൊടുക്കാം. തണുക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഇത് അരയ്ക്കാനുള്ളതാണ്. അതുവരത്തേക്ക് നമുക്കാണെങ്കിൽ ആ പാനിൽ തന്നെ ഞാനാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണയും ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 200 ഗ്രാം നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ നമുക്ക് ക്യൂബ്സിലോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പ് എങ്ങനെയാണെങ്കിലും മുറിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതെല്ലാം അവരവരുടെ ഇഷ്ടത്തനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതായത് പനീർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് ഒരു ബ്രൗണിഷ് കളർ, ഒത്തിരി അങ്ങ് ആക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഹാർഡായി പോകും കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ആക്കേണ്ട, ഇത്രയും മതി. ആ നേരം കൊണ്ട് നമ്മൾ സവാളയൊക്കെ ആദ്യം വഴറ്റി വെച്ചില്ലേ, അതെല്ലാം തണുത്തിട്ടുണ്ട്. ഒരു മിക്സി ജാറിലിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ നന്നായിട്ട് അരയ്ക്കണം. ഒത്തിരി അങ്ങ് വെള്ളം ഒത്തിരി ഒഴിച്ച് അരയ്ക്കാൻ പാടില്ല. കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത്രയും കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പേസ്റ്റ് പാകത്തിന് നല്ല സ്മൂത്ത് സിൽക്കി ഗ്രേവി കിട്ടണമെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി വേറെ കടായി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേ തന്നെ വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ അകത്ത് വെക്കാമെന്ന് വെച്ചാൽ ഗ്യാസിൽ അഴുക്കാവും കേട്ടോ, എണ്ണയെല്ലാം തെറിച്ച്. അത് കാരണം കൊണ്ട് ഒരു കടായി എടുത്തേക്കുന്നത്. കടായിക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം, ബട്ടർ ഇട്ട് കൊടുക്കാം, പിന്നെ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഞാനാണെങ്കിൽ ഉലുവായില കഴുകി നന്നായിട്ട് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സീസണിലായ കാരണം കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അതുമാണ് നിങ്ങളുടെ അത് കിട്ടാത്തയാണെങ്കിൽ രാത്രിയിലാണെങ്കിൽ കുതിർത്തി വെക്കുമോ, ഒരു 7-8 മണിക്കൂറത്തെ കുതിർത്തി വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിച്ചതിന് ശേഷം വേണം ഇതിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഫ്രഷ് ആയതുകൊണ്ട് ഒത്തിരി സമയം എടുക്കത്തില്ല കേട്ടോ. 1-2 വട്ടം നമ്മളൊന്ന് അടച്ചെന്ന് വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഇനി നമുക്കകത്ത് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് കുറച്ച് നേരത്തേക്ക് ഈ ഗ്രീൻ പീസ് വേവിച്ചിട്ടില്ല ഞാൻ കേട്ടോ, അത് പച്ച വേവാൻ ബാക്കി, അതുകൊണ്ട് അത് വേവുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് ഒരു വട്ടം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് വെന്ത് നന്നായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇതേ അരച്ച് വെച്ചേക്കുന്നില്ലേ സവാള, ഇതൊക്കെ അത് നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒരു ഗ്രേവി, ഒരു മീഡിയം തിക്നെസ് ഉള്ള ഗ്രേവി വേണം ആക്കാനായിട്ട്. ഒത്തിരി ലൂസായിട്ട് ആക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഇത്രയും ഗ്രേവി ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. മസാല ആഡ് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് എത്താമെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷൻ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഉലുവാലത്ത് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ഒരു ചെറിയൊരു ബിറ്റർ ടേസ്റ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അത് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് മധുരിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ നമ്മളങ്ങ് ഇട്ട് കൊടുത്തേക്കണം. ഇനി നമുക്ക് പനീറകത്ത് ഇട്ട് കൊടുക്കാം. പനീറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അതിൻ്റെ പകരം നമ്മുടെ വീട്ടിലത്തെ പാൽപ്പാട ഇല്ലേ, അതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ടേസ്റ്റിലൊക്കെ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം ഒരു തള വരുന്നവരെ നമുക്കൊന്ന് അടച്ചൊന്ന് നന്നായിട്ടൊന്ന് ഒരു തട വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മേളിൽ കൂടെ ഞാൻ ഇനി ഒരു തടക്കയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയായിട്ട് ചെയ്യുന്നതാണ്. 1 ടീസ്പൂൺ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഒരു കടായിലേക്ക്. അതിന് ശേഷം നമുക്ക് അതാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്തൊഴിയുമ്പോൾ നമുക്ക് ആ എണ്ണയകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. കാണാൻ ലുക്കിന് വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വേണ്ടെങ്കിൽ നിർബന്ധമില്ല, സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി മേളിൽ കൂടെ കുറച്ച് മല്ലിയിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മെഥി മട്ടർ മലായി പനീർ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുത്തിൽ എത്ര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.